പത്മകുമാറിനെതിരെ നടപടി ഞങ്ങൾ എടുക്കും ആവശ്യം വരുമ്പോൾ. അത് നിങ്ങൾ കാണേണ്ടിയില്ല. അത് നിങ്ങളെ ഇടപാടല്ലേ, ഞങ്ങൾ ആഭ്യന്തര പ്രശ്നമല്ലേ, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലാണ്ടിരിക്കുമ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേറെ ഒന്നും പ്രതിഷേധിക്കാനില്ല. അതുകൊണ്ടാണ് അവർക്ക് വേറെ ഒന്നും കേരളത്തെപ്പറ്റി പറയാൻ പറ്റില്ല, കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പറ്റി പറയാൻ പറ്റില്ല, ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കേരള അവഗണനയെ പറ്റി പറയാൻ പറ്റില്ല. ഒന്നും പറയാതിരിക്കാൻ നമ്മൾ ആയിരിക്കോ ജാമ്യം കിട്ടിയ അല്ലെങ്കിൽ മറ്റെന്താ ഞങ്ങൾ പറഞ്ഞേ പരോൾ കിട്ടിയതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളോട്ടെ, ഞങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. ഏത് കോടതിയായാലും ഞാൻ പറഞ്ഞില്ല, ഏത് കോടതിയായാലും ഏത് പ്രതിപക്ഷമായാലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അവർ പറയട്ടെ. എല്ലാ കേസിലും പ്രതികൾ അറിയില്ല, എനിക്കറിയില്ല എന്ന്. ആയിക്കോട്ടെ, കോടതി ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവർ പറയട്ടെ എന്ന്. ഞങ്ങളെന്തിനാ ഉത്തരം പറയും? ഞങ്ങൾ ജാതിയാണ് ഉത്തരം പറയേണ്ടത്. സർക്കാരിന് എന്ത് സർക്കാർ? അതായത് ആരെല്ലാമാണ് ജയിലിൽ കിടക്കുന്ന ആർക്കൊക്കെയാണ് പെരോൾ കിട്ടിയതെന്നുള്ള നോക്കിയിട്ടാണോ ഞങ്ങൾ ജാഥ പുറപ്പെട്ടത്? നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. അത് നിർവഹിച്ചോ, അതിനൊന്നും മറുപടി ഞാനില്ല. ഞങ്ങൾ നടപടി എടുക്കും, ആവശ്യമായ നടപടി എടുക്കും. ആയില്ല, വന്നില്ല. ചാർജ് ഷീറ്റ് വരട്ടെ. ചാർജ് ഷീറ്റ് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. ചാർജ് ഷീറ്റ് എന്ത് എങ്ങനെ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ. കുറ്റം തെളിയണമെങ്കിൽ ഇപ്പം തെളിയോ? കുറ്റം എന്താണെന്നുള്ളത് പോലും വന്നില്ല. കുറ്റം വരട്ടെ, അപ്പോൾ നമ്മൾ നടപടി എടുക്കും. അടങ്ങമ്പടി അടക്കൊണ്ട് നിങ്ങൾ സ്വപ്നാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പറയും. അതൊരു സുതാര്യമാണ്, എല്ലാം പറയും. അതിന് സംശയം വേണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ പെട്ടെന്ന്? അല്ല, ഇന്ന് വേണമെങ്കിൽ ഞാൻ പയ്യന്നൂർ സമാപിക്കുന്നില്ല, അവിടെ തരാം. ഈയൊന്നും സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിയോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ജില്ലാ കമ്മിറ്റിക്ക് തന്നെ നേരിടാം, ആ കാര്യമെല്ലാം പറയാൻ പറ്റുന്നേ ഉള്ളൂ. നടത്തി ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. കാസർഗോഡിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇന്ന് രാവിലെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് നടത്തിയ ചർച്ചയിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രകടനപത്രികയുടെ ഭാഗമായിട്ട് മാറ്റാൻ പറ്റുന്നതെല്ലാം അതിൻ്റെ ഭാഗമാക്കി കാസർഗോഡ് ജില്ലയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് അറിയും. അതിൽ സംരംഭകർ തന്നെ വന്നിട്ട് ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസ മേഖലയിലുള്ള അധ്യാപകർ ഉൾപ്പെടെ വന്നു. അവരും പറഞ്ഞു ചരിത്രത്തിലില്ലാത്ത വിജയമാണ്, വളർച്ചയാണ് വിദ്യാഭ്യാസ മേഖല ഉണ്ടായത്. കേരളത്തിൽ പൊതുവേ വ്യാവസായിക മേഖല ഉൾപ്പെടെ വമ്പിച്ച മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് കാസർഗോഡ് എന്നാണ് അവരെല്ലാം പറഞ്ഞത്. നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് കണ്ടിട്ടുള്ളത്. ഇല്ല, സീറ്റ് വിഭജന ചർച്ച ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല. അത് പറഞ്ഞതെങ്കിലും ഇപ്രാവശ്യത്തെ വേണ്ട. നിങ്ങൾ ആരോടുന്ന് ചോദിച്ച പോലെ ഈ 7 പ്രധാനപ്പെട്ട കോറിഡോർ തീരുമാനിച്ചിട്ടുണ്ട്, അതിലില്ലല്ലോ. ഞങ്ങൾ ശ്രീധരൻ കൊണ്ടുവരുന്നതിലും കുഴപ്പമില്ല, അത് കാസർഗോഡ് വരെ മാറ്റണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. അതിപ്പോൾ കണ്ണൂർ വരെയാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നുള്ളത് കാസർഗോഡ് വരെ മാറ്റണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല, തർക്കമൊന്നുമില്ല. വരുന്നതിനും ഞങ്ങൾക്ക് തർക്കമില്ല. RRTC ഞങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അത് ശ്രീധരൻ്റെ പരിപാടിക്ക് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് വെച്ചത്. ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടൊന്നും വന്നിട്ടുമില്ല. അതൊക്കെ തീരുമാനിച്ചില്ല. തീരുമാനിക്കാണ്ട് എങ്ങനെ പറയാൻ പറ്റുക? ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം പറ്റിയേ ചർച്ച ചെയ്തിട്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന് വലിയ സമയമൊന്നും വേണ്ട. അവിടെ മേലേന്ന് പോയിട്ട് മുഖ്യമന്ത്രി ആരൊന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി. മുണ്ടാൻ പാടില്ല പറഞ്ഞു. മുഖ്യമന്ത്രി ആരാ? മുണ്ടാൻ പാടില്ല പറഞ്ഞു. കാണുന്നത് എത്രയാളാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്? അത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രശ്നമില്ല. വമ്പിച്ച ഉയർന്നെടുത്തൽ വരും, വമ്പിച്ച മുന്നേറ്റമായിരിക്കും. ഞങ്ങളെ ഇന്നലത്തെ അനുഭവം തന്നെ അതല്ലേ. ഇന്നലെ മഞ്ചേശ്വരവും കാസർഗോഡെല്ലാം കണ്ട ജനകീയമായ ഒരു അഭൂതപൂർവ്വ മുന്നേറ്റമല്ലേ ഞങ്ങൾ കാണുന്നത്. ഇനിയിപ്പോൾ ഇന്നു മുതൽ കാണാൻ പോകുന്നതോ അത് ഇനിയാണ്. ജനങ്ങളുമായിട്ട് ഞങ്ങൾ സംവേദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ വീടുകളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് മിക്കവാറും. ആ കയറിയ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും ഗവൺമെൻറ് അനുകൂലമാണ്. ഗവൺമെൻറ് വിരുദ്ധ വികാരം കേരളത്തിലില്ല. UDFകാരുടെ ഏക തുരുപ്പ് ചീട്ട് അതായിരുന്നു. അതില്ല എന്ന് കനകോലും പറഞ്ഞു. പിന്നെ ഇനി ആര് പറയാനാ? കനകോലുമില്ലേ? മനസ്സിലായില്ലേ?
കനപോലുള്ള വിലയിരുത്തലാണ്. 110 സീറ്റ് വാങ്ങും പോരെ? അല്ല ഈ വേണമെങ്കിൽ നമുക്ക് വേണം പറഞ്ഞിരിക്കാം. 110 മതി എന്നാണ് നമ്മൾ കാണുന്നത്. തൊഴിലില്ലായ്മ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്കാണ് കേരളം വരുന്നത്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം വരികയാണ്. കാരണം 7 ലക്ഷത്തിലധികം ആളുകൾക്ക് പുതുതായിട്ട് സംരംഭ പ്രവർത്തനത്തിലൂടെ ജോലി കിട്ടിയ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഇല്ല കേരളം പോലെ. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ഫലപ്രദമായ ഇടപെടൽ ഓരോ മണ്ഡലത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മണ്ഡലത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാണ് ഓരോ മണ്ഡലത്തിലും പുതുതായിട്ട് ജോലി കിട്ടിയിട്ടുള്ളത്. എല്ലാവരും കയറി പോകും, തിരിച്ചു വരികയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ആളുകൾ തിരിച്ചു. അതാണ് ഈ പുതിയ പ്രവണത. നിങ്ങൾ പഴയ ഗ്രാഫാണ് നോക്കുന്നത്, പുതിയ ഗ്രാഫ് അങ്ങനെയാണ്. 38,000 ആളുകൾ പുതുതായിട്ട് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള 5 ലക്ഷം 10 ലക്ഷം വരെ ശമ്പളം വാങ്ങുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓരോ മേഖലയിലെയും സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ ഇവരുടെ ആളുകൾ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് പുതിയ പ്രവണത. അതായത് നേരത്തെ പറഞ്ഞ പ്രവണതയല്ല, അങ്ങോട്ടേക്ക് കയറിപ്പോലെ മാത്രമല്ല, തിരിച്ചു വരുന്നുണ്ട്. അവർക്ക് ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ പ്രൊഫഷണൽസാണ് വരുന്നത്, ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. 38,000 പുതിയ നമ്പർ. അതാണ്, ചെറിയ നമ്പറൊന്നുമല്ല. 38,000 തിരിച്ചു വരികയാണ്. ശരി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നന്ദി.